സമകാലിക ഫുട്ബോളിലെ രണ്ട് മികച്ച ടീമുകൾ. ഗോൾ മഴ തീർക്കുന്ന ആക്രമണകാരികളുള്ള ബാർസയാണ് ഒരു വശത്തെങ്കിൽ സീസണിൽ മികച്ച പ്രതിരോധമുള്ള ഇറ്റാലിയൻ ശൈലിയിൽ ഇന്റർ മിലാൻ മറുവശത്ത്. എങ്കിലിത് വെറും ബാർസ ആക്രമണവും ഇന്റർ പ്രതിരോധവും മാത്രം തമ്മിലുള്ളതല്ല. ഹൈലൻഡ് ഡിഫൻസിൽ ഓഫ്സൈഡ് കെണിയൊരുക്കുന്ന ബാർസൻ ഡിഫൻസ് ഇന്റർ മിലാന് വെല്ലുവിളി ഉയർത്തു. എന്നാൽ ലൗത്തറോ മാർട്ടിനസിൽ ഇന്റർ മിലാൻ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സമീപകാലത്തെ പരാജയങ്ങളുടെ ഇരുണ്ട കാലങ്ങളിൽ നിന്ന് സീസണിൽ വിജയപാതയിലേക്ക് തിരിച്ചെത്തുകയാണ് ബാർസലോണ. ഫ്ലിക്കിന്റെ തന്ത്രങ്ങളെല്ലാം ഫലം കണ്ട സീസണിൽ സൂപ്പർ കോപ്പയും കോപ്പ ഡെൽറയും ഓൾറെഡി നേടിക്കഴിഞ്ഞു. ലാലിഗയിൽ കിരീടത്തിനോട് അടുക്കുന്നു. ഇനി UCL മാത്രമാണ് ഒരു വെല്ലുവിളി. 10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന മോഹത്തിലേക്ക് ഫൈനൽ കടക്കാൻ സെമിയിലെ ഇന്റർ ചലഞ്ച് മറികടക്കണം. 3 തവണ UCL നേടിയ ഇന്റർ മിലാൻ പക്ഷേ അവസാനമായി മുത്തമിട്ടത് 15 വർഷങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലത്ത് യൂറോപ്പിലെ തലതൊട്ടപ്പന്മാരെല്ലാം ഇറ്റലിയിൽ നിറഞ്ഞാടിയ ഒരു സമയമുണ്ടായിരുന്നു. ആ പോഴകാലത്തിന്റെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ ഇന്റർ മിലാൻ കുറച്ചായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. യൂറോപ്പിന്റെ സിംഹാസനം കയറാൻ ആദ്യം ബാർസയുടെ കനത്ത വെല്ലുവിളി മറികടന്നേ മതിയാകും. വെറും 17-ാം വയസ്സിൽ ക്ലബിനു വേണ്ടി 100-ാം മത്സരം കളിക്കുന്ന ലാമിൻ യമാൽ എന്ന അത്ഭുത പ്രതിഭയ്ക്ക് വേണ്ടി കൈയടിച്ച് ബാർസ നഗരം കിക്ക് ഓഫിനൊരുങ്ങി. 6ാമതൊരു കിരീടത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്ന കൂളേസിന്റെ കൂറ്റൻ ടീഫോയെ സാക്ഷിയാക്കി മത്സരം തുടങ്ങി. ആദ്യ മിനിറ്റിൽ ഇന്റർ മിലാൻ പന്ത് കൈവിടാതെ കളിച്ചു തുടങ്ങി. ഡംഫ്രീസിന്റെ ക്രോസ് കൗണ്ടർ തടഞ്ഞെങ്കിലും ഡംഫ്രീസ് വീണ്ടും അത് ബോക്സിലേക്ക് നൽകുകയാണ്. ടൈറ്റ് സ്പേസിൽ യാതൊരു അവസരവുമില്ലെന്ന് നനച്ചു നിൽക്കുമ്പോൾ തുറ മനോഹരമായി പുറകിലേക്ക് ഫ്ലിക്ക് ചെയ്യുന്നുണ്ട്. ബാർസ പ്രതിരോധം സ്ലിപ്പ് ചെയ്ത് വീഴുന്നിടത്ത് ഇന്റർ ഗോൾ അടിക്കുന്നു. 1-ാം മിനിറ്റിൽ തന്നെ UCL സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ എവേ ഗ്രൗണ്ടിൽ ഇന്റർ മിലാൻ ലീഡ് നേടുന്നു. വാട്ട് എ ഫിനിഷ്! ഇൻസാഗിയുടെ സെമിയിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ അവിടെ പിറക്കുകയാണ്. പിന്നാലെ ഗോൾ നേടാനുള്ള ബാർസയുടെ ശ്രമങ്ങളും ഇന്റർ പ്രതിരോധവും തമ്മിലായി മത്സരം. പല വഴിക്ക് പലതവണ ബാർസ അവസരങ്ങൾ തുറന്നെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഓപ്പൺ ചാൻസ് മാത്രം വന്നില്ലായിരുന്നു. 9-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ മുന്നേറ്റം ബോക്സിൽ ഒരു പെനാൽറ്റി അപ്പീലിൽ കലാശിക്കുന്നുണ്ട്. എങ്കിലും സ്പോട്ടിലേക്ക് വിരൽ നീളുന്നില്ല. 11-ാം മിനിറ്റിൽ ഇന്റർ മിലാൻ വീണ്ടും ബാർസ കോട്ടയുടെ വാതിൽപ്പടി വരെ എത്തിയെങ്കിലും ഗോൾ വീണില്ലായിരുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ ഇന്റർ ബോക്സിൽ ഫെറാൻ ടോറസിന് പന്ത് വീണ് കിട്ടുന്നുണ്ട്. ഇന്റർ പ്രതിരോധം മുഴുവൻ സ്ലൈഡ് ചെയ്തെങ്കിലും ഫെറാന്റെ ഷോട്ട് അതും കടന്ന് കുതിച്ചതായിരുന്നു. സമനില ഗോൾ നേടിയെന്ന വിശ്വാസത്തിൽ ഗാലറി മുഴുവൻ എഴുന്നേറ്റുപോയി. എന്നാൽ വെറും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ആ ഗോൾ അകലുകയായിരുന്നു. ഇന്റർ വലയെ തൊടാതെ ആ പന്ത് പുറത്തേക്ക് പാഞ്ഞു. ഗാലറിയിൽ നിരാശ പടർന്നു. 15 മിനിറ്റ് പിന്നിടുമ്പോൾ ഒരു റാഫിന ഫ്രീ കിക്ക് ഇന്റർ പോസ്റ്റിലേക്ക് പറന്നടക്കുന്നുണ്ട്. അതിനേക്കാൾ മനോഹരമായി യാൻ സോമർ പഞ്ച് ചെയ്ത് കളയുമ്പോൾ ഇന്റർ വീണ്ടും രക്ഷപ്പെടുകയായിരുന്നു. ബാർസയുടെ സമനില ഗോൾ എപ്പോൾ വീഴുമെന്ന ഒരൊറ്റ ചിന്തയുമായി ആ ഒരൊറ്റ നിമിഷത്തിനായി ഗാലറി ആർത്തു വിളിച്ചുകൊണ്ടേയിരുന്നു. പലതവണ അവർ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. 19-ാം മിനിറ്റിൽ കോർണർ കിക്കിൽ ഇനിഗോ മാർട്ടിനസിന്റെ തലയിലേക്ക് കൃത്യമായി വന്ന പന്ത് ഇന്റർ മിലാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നാലെയുള്ള കോർണറിൽ ലഭിച്ച പന്ത് ഇന്റർ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുമ്പോൾ വീണ്ടും ലക്ഷ്യമെല്ലെ അകലുകയായിരുന്നു. ഏത് സമയത്തും ഒരു ഗോൾ വീഴാവുന്ന പ്രതീതിയിൽ കാറ്റാലൻ സംഘം ഉണർന്നു കളിച്ചു. 20 മിനിറ്റ് പിന്നിടുമ്പോൾ ഒരു ഇന്റർ മിലാൻ കോർണർ വരികയാണ്. ഡിമാർക്കോയുടെ കിക്കിൽ അക്കർബി ആദ്യം തലവെക്കുന്നുണ്ട്. തനിക്ക് നേരെ വരുന്ന പന്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുറപ്പിക്കും മുമ്പേ ഡംഫ്രീസ് ചാടി ഉയർന്നു. വാർഡുവിൽ നിന്ന് മേഴ്വഴക്കത്തോടെ ഒരു ഷോട്ട്. ബാർസ വല രണ്ടാമതും കുലുങ്ങുകയാണ്. 2 ഗോളിന്റെ ലീഡിൽ സുഖമായി ജയിച്ചു കയറാമെന്ന് ഇന്റർ നനച്ചു നിൽക്കെ ആ നിമിഷം വന്നു. ബോക്സിന് പുറത്തുനിന്നും ഇന്റർ ബോക്സ് വരെ നീളുന്ന ഒരു മുന്നേറ്റം. പിന്നെ കീപ്പറുടെ പൊസിഷൻ മനസ്സിലാക്കി ലാമിൻ യമാലിന്റെ ബൂട്ടിൽ നിന്നും ആ പന്ത് ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു. ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ച് ഇന്റർ മിലാൻ വലയിലേക്ക് ഒരു യമാൽ വക സംഭാവന വന്നു വീണു. ഇറ്റ് ഈസ് ഇന്റർ മിലാൻ 2 ബാർസ 1. ബാർസ തിരികെ വരികയാണ്. തൻ്റെ 100-ാം മത്സരത്തിൽ ഗോൾ നേടി ലാമിൻ യമാൽ പ്രതീക്ഷ നൽകുകയാണ്. മിനിറ്റുകൾക്ക് പിന്നാലെ വീണ്ടും ലാമിൻ യമാൽ ഇന്റർ പോസ്റ്റിൽ നിറയൊഴിച്ചെങ്കിലും സോമറിന്റെ കൈകളിൽ തട്ടി ക്രോസ് ബാറിൽ ഇടിച്ചത് മടങ്ങുന്നുണ്ട്.
ഇല്ലെങ്കിൽ 2 ഗോളിന് പിറകിൽ നിന്ന് തിരിച്ചുവരവ് കാണാമായിരുന്നു. ഇറ്റ് ഈസ് ത്രില്ലർ ഹാപ്പനിങ് ഇൻ ബാർസലോണ. അരമണിക്കൂർ നേരം പിന്നിടുമ്പോൾ വീണ്ടും ഒരു ബാർസ അറ്റാക്ക്. ഡിയോങ്ങിന്റെ പാസിൽ ഓൾമോയുടെ ഷോട്ട് സോമർ പിടിച്ചതിനു പിന്നാലെ വീണ്ടും ഒരു ക്രോസ് അയാൾ തന്റെ ഗ്ലൗവിൽ സുരക്ഷിതമാക്കുന്നുണ്ട്. ലാമിൻ യമാൽ അപകടമാണെന്ന് ഇന്റർ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കാണും. ബാർസ അറ്റാക്കിന്റെ കുന്തമുന ആ കൗമാരക്കാരൻ ഏറ്റെടുക്കുന്ന കാഴ്ച ഓരോ ബാർസ ആരാധകനും ആവേശം ഇളവാക്കി. നിരവധി ഇഞ്ച് പെർഫെക്റ്റ് പാസുകൾ യമാലിന്റെ ബൂട്ടിൽ നിന്നും ഇന്റർ ബോക്സിലേക്ക് നിരന്തരം പ്രവാഹിച്ചു. യാൻ സോമർ എന്നൊരു മതിൽ ഇന്റർ നിർത്തിയില്ലായിരുന്നെങ്കിൽ അയാളുടെ ക്രോസുകളിൽ നിന്നൊരു ഷോട്ട് ആ വല ഇളകിയേനെ. ദ വാർ ഇസ് ബിറ്റ്വീൻ യമാൽ ആൻഡ് യാൻ സോമർ. 36-ാം മിനിറ്റിൽ യാൻ സോമർ ഒരു ഡൈവിൻ ഹെഡിലൂടെ ഇന്റർ ലീഡ് നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിലും വീണു പോകാവുന്ന ഒരു മരമായി ഇന്റർ ഡിഫൻസ് മെല്ലെ അയഞ്ഞു തുടങ്ങി. 38-ാം മിനിറ്റ് പെഡ്രിയുടെ ക്രോസ് ഇന്റർ മിലാൻ ബോക്സിൽ റാഫീനയിലേക്ക്. ഫ്രീ ആയി ഹെഡ് ചെയ്ത പന്ത് റാഫീന ഫെറാൻ ടോറസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നൽകുന്നു. ഇനി പോസ്റ്റിലേക്ക് തട്ടിയിട്ടാൽ മാത്രം മതി. ഉഗ്രൻ ഫോമിൽ നിൽക്കുന്ന ഫെറാൻ ടോറസിന് പിഴച്ചില്ല. യാൻ സോമർ ബീറ്റനാകുന്നു. ഇറ്റ് ഈസ് ഇന്റർ മിലാൻ 2 ബാർസലോണ 2. 2 ഗോളിന് പിറകിൽ നിന്ന ബാർസലോണ ഇതാ തിരിച്ചു വരികയാണ്. ചത്തിട്ടില്ലറ എന്ന ആക്രോശമായിരിക്കും അപ്പോൾ ആരാധകരുടെ മനസ്സിൽ. ഒപ്പം ഒരു സീസണിൽ ബാർസയ്ക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന മെസ്സിയുടെ റെക്കോർഡ് റാഫീന തകർക്കുകയാണ്. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ 4 മികച്ച ഗോളിന്റെ അകമ്പടിയോടെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഒരു ക്ലാസിക്കായി മാറുന്നുണ്ട്. ബാർസയുടെ കംബാക്കും ഇരമ്പിയാർക്കുന്ന ആക്രമണവും ഒരുപക്ഷെ രണ്ടാം പകുതിയിൽ അവരെ കൂടുതൽ ഉത്തേജിതർ ആക്കിയേക്കാം. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ തന്നെ ബാർസ തങ്ങളുടെ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു. 4 പാട് നിന്നും ആക്രമണമെന്ന ഫിലോസഫി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 50 മിനിറ്റ് പിന്നിടുമ്പോൾ വലത് വിങ്ങിൽ ഇന്റർ മിലാൻ ഒരാക്രമണത്തിന് പദ്ധതിയിടുന്നു. ഓവർലാപ്പ് ചെയ്ത് നീട്ടിയ പാസ് ബാർസ ബോക്സിലേക്ക് എത്തുകയും പിന്നാലെ ഒരു ഫ്രീ സിറ്റുവേഷനിൽ ഇന്റർ താരം ഷോട്ട് തീർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾക്ക് ലഭിച്ച അർദ്ധാവസരം ബാർസ ക്രോസ് ബാറിന് മുകളിലൂടെ ലക്ഷ്യം അകലുകയായിരുന്നു. 55-ാം മിനിറ്റിൽ പെഡ്രി ബോക്സിന് പുറത്തു നിന്നും ഒരു തകർപ്പൻ ബുള്ളറ്റ് ഷോട്ട് പുറത്തെടുക്കുന്നുണ്ട്. എങ്കിലും ലീഡിലേക്കുള്ള വഴി തുറന്നില്ലായിരുന്നു. 62-ാം മിനിറ്റിൽ വീണ്ടും വലത് വിങ്ങിൽ ഇന്റർ മിലാൻ ഓവർലാപ്പ് റണ്ണിലൂടെ ബാർസ ബോക്സിൽ എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ആശ്വാസം അധികം നീണ്ടില്ല. വീണ്ടും കോർണർ കിക്കിൽ ഡംഫ്രീസ് ചാടി ഉയർന്നു. പിന്നെ കാണുന്നത് ബാർസ വലയിൽ പന്ത് കിടക്കുന്നതാണ്. ഇന്റർ മിലാൻ 3 ബാർസ 2 എന്ന ലീഡിലേക്ക് കരുക്കൾ നീഴുകയാണ്. അതെ, 2-നെതിരെ 3 ഗോളിന്റെ ലീഡിലേക്ക് ഇന്റർ മിലാൻ വീണ്ടും തിരിച്ചു വരികയാണ്. പിന്നീട് മൈതാനത്ത് കണ്ടത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ഇന്റർ ബോക്സിന് പുറത്ത് ഒഴിഞ്ഞു കിട്ടിയ പന്തിൽ റാഫീന ഇടം കാൽ കൊണ്ട് ഒരു മിസൈൽ തൊടുത്തു. യാൻ സോമറിന്റെ വിരലുകൾ അതിനെ ക്രോസ് ബാറിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ഡൈവ് ചെയ്ത സോമറിന്റെ തന്നെ ദേഹത്ത് തട്ടി ഇന്റർ വലയിലേക്ക് ആ പന്ത് ചായുകയാണ്. അടിക്ക് തിരിച്ചടി. അതാണ് ബാർസയുടെ പോളിസി. ഇറ്റ് ഈസ് ബാർസലോണ 3 ഇന്റർ മിലാൻ 3. റാഫീന ഭാഗ്യവാനാകുമ്പോൾ യാൻ സോമർ നിസ്സഹനാകുന്നു. ഒരു സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുമായി മത്സരം മുറുകുകയാണ്. 71-ാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും പ്രതിരോധം പിളർത്തി തുറാമിലേക്ക് ഒരു പാസ് വരുന്നുണ്ട്. മുന്നേറി ബോക്സിലേക്ക് കടന്ന് ചെസ്നിയുടെ പോസ്റ്റിലേക്ക് ഷോട്ട് പിറന്നെങ്കിലും ഒരു സ്ലൈഡിംഗ് ടാക്കിൾ പിന്നെയും ബാർസലോണയെ രക്ഷിക്കുകയാണ്. ഇരു ടീമുകളും പരസ്പരം ആക്രമണവും പ്രതിരോധവും തീർത്ത് ഒരു ഹൈ വോൾട്ടേജ് ഗെയിം ഫുട്ബോൾ പ്രേമികൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു. 75-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ ഡംഫ്രീസിൽ നിന്നും ബാർസ ബോക്സിലേക്ക് നിലം പറ്റെ ഒരു പാസ് വരുന്നുണ്ട്. പകച്ചു നിന്ന പ്രതിരോധം സാക്ഷിയാക്കി അത് ബാർസ വലയിലേക്ക് തട്ടിയിട്ടെങ്കിലും ഓഫ്സൈഡ് ഫ്ലാഗ് അവിടം ഉയർന്നിരുന്നു. എതിരാളികൾ എന്നും ഭയക്കേണ്ട തന്ത്രം ഒരു ഇഞ്ചിനാണ് ഇന്റർ മിലാന്റെ ഗോൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. പിന്നാലെ വീണ്ടും ഡംഫ്രീസ് ഒരു വെല്ലുവിളിയായി ബാർസ ബോക്സിലേക്ക് കടന്നെങ്കിലും ഫിനിഷിംഗ് നടന്നില്ലായിരുന്നു. മത്സരത്തിന്റെ 87-ാം മിനിറ്റ് ബോക്സിൽ ലാമിൻ യമാൽ ഒരു പാസ് കണക്കെ സെക്കൻഡ് പോസ്റ്റിലേക്ക് പന്തിനെ പറഞ്ഞയക്കുന്നുണ്ട്. അത് ലക്ഷ്യം തെറ്റി ഉയരെ പോയെന്ന് ഇന്റർ താരങ്ങൾ കരുതിയിരിക്കെ ഒടുന്നനെ താഴ്ന്നു വന്ന് ക്രോസ് ബാറിൽ ഇടിച്ച് മടങ്ങുകയായിരുന്നു. വാട്ട് എ മൊമെന്റ്! അത് ഗോളായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയിരിക്കണം. അവസാന 10 മിനിറ്റുകൾ മുഴുവനും ബാർസ ആക്രമണം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഒരു ഭാഗത്ത് ബാർസയുടെ ക്രോസുകളായിരുന്നെങ്കിൽ മറുഭാഗത്ത് ഇന്റർ മിലാന്റെ പ്രതിരോധമായിരുന്നു. മത്സരത്തിന് മുമ്പേ പറഞ്ഞ ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടത്.
ഒടുവിൽ റാഫീഞ്ഞ ഓൺ ഗോളിന് സമാനമായൊരു ഷോട്ട് വീണ്ടും വെടിയുണ്ട കണക്കെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ യാൻ സോമർ തൻ്റെ പോസ്റ്റിലേക്ക് കടത്തി വിട്ടില്ലായിരുന്നു. ഉഗ്രൻ ഷോട്ടിന് യാൻ സോമറിൻ്റെ അതിലും ഉഗ്രൻ സേവാണ് കണ്ടത്. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ബാർസലോണയിൽ ഒരു 6 ഗോളിൻ്റെ ത്രില്ലർ മാച്ച് അവസാനിക്കുകയാണ്. ആദ്യപാദത്തിൽ തുല്യശക്തികൾ അതിഗംഭീരമായ ഗോളുകളിലൂടെ ആരാധകർക്ക് വിരുന്നൊരുക്കുന്നു. ഇനി മിലാനിലെ സാൻ സീറോയിൽ ഫൈനലിസ്റ്റിനെ തീരുമാനിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെയും ഒരു ക്ലാസിക് ത്രില്ലർ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം ആ ത്രില്ലർ പോരാട്ടത്തിൽ.